നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒഴിച്ച് ഒരു 1.5 മണിക്കൂർ ഇത് കുതിരാനായിട്ട് ഇടണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് 1000 ഉഴുന്നുവടയാണ്. 1000 ഉഴുന്നുവടയും സാമ്പാറും കുറച്ച് ചട്നികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് 1000 ഉഴുന്നുവടയ്ക്കും ഈ കല്ലിലാട്ടേ തീരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രൈൻഡറിലും കൂടി ആട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെ കല്ലിലൊക്കെ ആട്ടി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ആരോഗ്യമാണ് ഇതിനൊക്കെ. അപ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ 75% പേർക്കും പലതരം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. ഉദാഹരണത്തിന് കൊളസ്ട്രോള്, അമിതവണ്ണം, അതുപോലെ BP, ഷുഗർ, പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന PCOD, തൈറോയിഡ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീച്ച് നടക്കാൻ പോകും, അല്ലെങ്കിൽ കുറച്ച് ഓടാൻ പോകും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇത് ശരിക്കും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായ എക്സസൈസും അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണ രീതികളും നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിനായിട്ട് ATP ഫിറ്റ്നസ് സെൻറ്റർ എന്നൊരു വാട്സപ്പ് കോച്ചിങ് സെൻറ്റർ ഉണ്ട്. അപ്പം ഞാനതിൽ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ആ കോച്ചിങ് സെൻറ്ററിലുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കോച്ചിങ് സെൻറ്ററിലേക്ക് പോയത്. ഇവർ നമുക്ക് നൽകുന്നത് മരുന്നുകളോ പാർശ്വഫലങ്ങളോ ഒന്നുമല്ല, നല്ല ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ കൃത്യമായ എക്സസൈസുമാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ള ഉണ്ടായിട്ടുള്ളത്. 1 മാസത്തെ കോച്ചിങ്ങാണ് ഇവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പറും അതുപോലെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുമായി അസോസിയേറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഉഴുന്നുവട എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വടയ്ക്ക് ഉഴുന്നാട്ടുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നല്ല തിക്കിൽ ഇങ്ങനെ ആട്ടിയെടുക്കണം, അല്ലെങ്കിൽ വടയിട്ടാൽ കിട്ടില്ല. പണ്ട് കല്യാണ വീടുകളിലൊക്കെ തേങ്ങയാട്ടിയ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക്. മാവ് ഏകദേശം ആടിയിട്ടുണ്ട്. നല്ല മൈ പോലെ ആടണമെന്നില്ല ഇതിനൊരു ഏകദേശം ഒരു ലെവലിൽ ആടി കിട്ടിയാൽ മതി. അതാ ഈ ഒരു തിക്ക് നമുക്ക് വേണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും കിട്ടില്ല. ഇതിലാട്ടി തീരുമൊന്നുമില്ല. ഗ്രൈൻഡറിലും കുറച്ച് ആട്ടി കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ മാവ് കല്ലിലും കുറച്ച് ഗ്രൈൻഡറിലും ആട്ടിയെടുത്താണത്. കുറച്ച് അരിപ്പൊടി ഇടതിൽ, കുറച്ച് കുരുമുളക്, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക്, ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഇത് കുറച്ച് കൂടുതൽ വേണം, അപ്പോൾ ശരിക്കും ടേസ്റ്റ് ഉള്ള വടയ്ക്കും. കറിവേപ്പില കട്ട് ചെയ്തത്, പാകത്തിന് ഉപ്പ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണം. ഇനി നമുക്ക് വട ചുട്ടെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഓയിലൊഴിക്കാം. ഓയിൽ കുറച്ച് അധികം വേണ്ട വരും, നമ്മൾ ഉഴുന്നുവട ആയതുകൊണ്ടേ. നമ്മൾ വട ചുടാൻ തുടങ്ങിയിട്ടുണ്ട്.
എണ്ണ നല്ലോണം ചൂടായ കപ്പ് ഇങ്ങനെ പൊങ്ങി വരും. രണ്ട് സൈഡ് നല്ലപോലെ വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ ഈ പൊള്ളം വരുന്നത് നിൽക്കും. അപ്പോഴാണ് നമ്മളിത് എടുക്കുക. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നല്ല സ്വർണ്ണ കളർ അല്ലേ? നല്ല സ്വർണ്ണ കളർ വട. അപ്പോൾ നമ്മൾ വട ചുടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പഴനിയപ്പൻ ചേട്ടനും കൂടി വന്നിട്ടുണ്ട്. പുള്ളി ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. ശരി അത് വരി, നമുക്ക് രണ്ടാം കൂടി ചൂടാൻ പറഞ്ഞു. എന്തായാലും കൂടുതൽ വടയാണല്ലോ, 1000 വട ഉണ്ടാക്കണല്ലോ. അപ്പോൾ ഒരാളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, ഒരാളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അല്ലേ? ഒറ്റയ്ക്കാകുമ്പോൾ ബുദ്ധിമുട്ടാണ്, ആവില്ല. അപ്പോൾ പുള്ളിയും കൂടി വന്നപ്പോൾ സൗകര്യമായി, കാര്യങ്ങളൊക്കെ പെട്ടെന്നാകുന്നുണ്ട്. കുറച്ച് ചട്നിയൊക്കെ വെച്ച് ടേസ്റ്റ് നോക്കാം. ഇത് തേങ്ങ ചട്നിയാണ്, മുളക് ചട്നി, അല്ല പുതിന കൊണ്ട് അരച്ച ഒരു ചട്നി. ഇതായിരിക്കും ഭയങ്കര ടേസ്റ്റ്. ഇത് സാമ്പാറാണ്, ഒരു സൈഡ് സാമ്പാർ വെച്ചിരിക്കുന്നത്. നമുക്കിതിനെ ടേസ്റ്റ് നോക്കാം. ഇതിങ്ങനെ ചട്നിയിൽ ഇങ്ങനെ മുക്കുക. അടിപൊളി. നമ്മളെ പുതിന ചട്നി മുക്കണം അല്ലേ? അതാണ് ടേസ്റ്റ്. പുതിന ചട്നി ലേശം ഉപ്പ് കൂടുതലായ ഉപ്പുണ്ടാ? സാമ്പാർ നമുക്ക് കഴിച്ച് നോക്കാം. സാമ്പാർ പൊടിയാണല്ലേ? സാമ്പാറിൽ ഈ വടനെ ശരിക്കും ഒരു മണിക്കൂർ ഇട്ട് വയ്ക്കണം. സാമ്പാർ പൊടി, സാമ്പാറാണ് ശരിക്കും ടേസ്റ്റ്. പറഞ്ഞില്ല, നിങ്ങൾ വട ചുട്ട് പറഞ്ഞു, എന്തെങ്കിലും അഭിപ്രായം പറയും. അടിപൊളി അല്ലേ? അമ്മ വടയല്ലേ, ഉഴുന്ന് വടയല്ലേ, എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് അല്ലേ? അതിന് ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ ടേസ്റ്റാണ്. ഇത് തൈര് വടയും കൂടി ഉണ്ടാക്കുന്നതല്ല, നമ്മൾ സമയമില്ല, എപ്പം തന്നെ ഇരുട്ടായി. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പാർസലാക്കി നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ എന്നും വീഡിയോയ്ക്ക് ഹെൽപ്പ് ചെയ്യണ കുട്ടികളുടെ വീട്ടിലേക്കും ഒക്കെ കൊടുത്തു. അവിടെ ഏകദേശം 1000-ഓളം എണ്ണം ഉണ്ട്. നമ്മൾ എണ്ണിയിട്ടില്ല, 1000-ൽ കൂടുതലില്ല. നമ്മൾ 1 കിലോ മാവിന് എത്ര 80 അല്ലേ, അങ്ങനെ കണക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ 10-12 കിലോ മാവ് നമ്മൾ ഉണ്ടാക്കിപ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പാർസലാക്കി നമ്മൾ അവരുടെ വീട്ടിൽ കൊടുത്തുവിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് കവറിലാക്കാം. 2, 3, 4, 5, 6 കൊള്ളുള്ളൂ. കെട്ടുണ്ട് ഇവിടെ. 1, 2, 3.
അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും പാർസലാക്കുന്നുണ്ട്, ചട്നി സാമ്പാർ വരെ അല്ലേ. അപ്പോൾ അതൊക്കെ ആക്കി നമുക്ക് കൊടുക്കണം. ഇരുട്ടായി, ഒരു സമയം 7 മണിയായി. അപ്പോൾ എന്തായാലും ഓക്കെ, അടിപൊളി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.